Audio Jungle. നമസ്കാരം, യൂക്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണയിൽ യൂത്ത് കോൺഗ്രസ് നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് എ ഗ്രേഡ് നഷ്ടമായത് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ട് മന്ത്രി മഞ്ഞളാംകുഴി. അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സാമൂഹിക വിരുദ്ധർക്കെതിരെ കരിങ്കലത്താണിയിൽ കർമ്മസമിതി. 18 വർഷമായി റംസാനിലെ വ്രതമനുഷ്ഠിച്ച് നിർവൃതി നേടുകയാണ് ശോഭ ടീച്ചർ. ഞാൻ ഹാരിസ് ഒളപ്പിൽ. വാർത്തകൾ വിശദമായി. വിവിധ നഗരസഭകളെ എ ഗ്രേഡിലേക്ക് ഉയർത്തിയപ്പോൾ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് ഗ്രേഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. ജില്ലയിലെ വിവിധ നഗരസഭകൾ ഗ്രേഡ് ഉയർത്തിയപ്പോൾ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അശ്രദ്ധ കാരണം പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് ലഭിക്കേണ്ട 1-ാം ഗ്രേഡ് നഷ്ടപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചത്. നഗരസഭാ പരിധിയിലെ വിവിധ ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ നൽകുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നും നഗരസഭയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ച വിവിധ ആവശ്യങ്ങൾക്ക് ഉടനടി നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് സെക്രട്ടറിക്ക് പരാതി നൽകുകയും ചെയ്തു. സാധാരണ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വരുമ്പോൾ നിരന്തരം അവരെ 2-3 പ്രാവശ്യം ഒരാവശ്യത്തിന് നടത്തുകയും ഇവിടെ മുതലാളിമാർക്ക് പാടം മണ്ണിട്ട് നികത്താനും ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കെട്ടുവാനും ഒരു വ്യവസ്ഥയുമില്ലാതെ അനുമതി നൽകുകയും ചെയ്യുന്ന നഗരസഭയിൽ പാവപ്പെട്ട ആളുകളുടെ വീടുകളുടെ ആവശ്യത്തിന് വേണ്ടി നിരന്തരം 3 വർഷത്തോളം അപേക്ഷ നൽകിയിട്ട് പോലും തീരുമാനമാകാതെ കെട്ടിക്കിടക്കുകയും അതുപോലെ തന്നെ നഗരസഭാ പരിധിയിൽപ്പെട്ട വിവിധ ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണങ്ങൾ സാധാരണ ജനങ്ങൾക്ക് കൊള്ളലാഭം എടുത്തുകൊണ്ട് വിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ മുനിസിപ്പൽ സെക്രട്ടറിയെ ഖരാവ് ചെയ്യാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രസിഡന്റ് യാക്കൂബ് കുന്നപ്പള്ളി, നിയോജകമണ്ഡലം പ്രസിഡന്റ് CK ഹാരിസ്, സെക്രട്ടറിമാരായ ജിതിൻ, അബൂബക്കർ, ദിനേശ്, മുനീർ, അമീൻ, നിയാസ് എന്നിവർ നേതൃത്വം നൽകി. മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ് പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് എ ഗ്രേഡ് നഷ്ടമായതെന്ന് നഗരവികസന ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി മഞ്ഞളാംകുഴി യൂക്യൂബ് ന്യൂസിനോട് പറഞ്ഞു. ഈ മുനിസിപ്പാലിറ്റികളൊക്കെ ഗ്രേഡ് ഉയർത്തുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഇല്ലാതെ വേറെ പെരിന്തൽമണ്ണ മാത്രം ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ, എൻ്റെ മണ്ഡലമായതുകൊണ്ട് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി എ ഗ്രേഡാക്കാൻ കഴിയില്ല. പ്രധാനമായിട്ടുള്ള കാരണം ഇവിടെ പോപ്പുലേഷൻ 48,015 കഴിഞ്ഞ സെൻസസ് പ്രകാരം. അതിനേക്കാളും കൂടുതലുള്ള പല കോർപ്പറേഷനുകളുണ്ട്, പല മുനിസിപ്പാലിറ്റികളുണ്ട്. അതിപ്പോഴും ഗ്രേഡ് തന്നെയാണ്. കാരണം ഇപ്പോൾ 49,000 ഉണ്ട്, 49,500 ഉണ്ട്. നമ്മൾ വെച്ചത് നമ്മൾ 50,000. ആ 50,000 കുറവുള്ള ഒരു മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ ഉയർത്തിയിട്ടില്ല. അത് മാത്രമല്ല, ഈ അവരുടെ ഓൺ ഫണ്ട് 4 കോടി ഉറുപ്പിയാണ്. 4 കോടി ഉറുപ്പ് ഉണ്ടെങ്കിലുള്ള ഒരു ഇത് നമ്മുടെ ഇത്രയധികം അഡീഷണൽ ആയിട്ട് സ്റ്റാഫൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവർക്ക് സാലറി കൊടുക്കാൻ കഴിയാം. 4 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അവരെ അവിടുത്തെ RIമാരെ നമുക്ക് ഉയർത്തേണ്ടി വരും, എഞ്ചിനീയർമാർ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ സ്റ്റാഫിന് ധാരാളം ശമ്പളം കൊടുക്കേണ്ടി വരും. ആ ശമ്പളം മുനിസിപ്പാലിറ്റിയാണ് കൊടുക്കുന്നത്, സർക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 കോടി ഉറുപ്പിക ചുരുങ്ങിയത് അവരുടെ വരുമാനം ഇല്ലെങ്കിൽ അവർ ഉയർത്തുന്നത് ഫീസിബിൾ അല്ല എന്ന് ഡയറക്ടറേറ്റിൽ നിന്നാണ് ഇത് കടലാസ് വരുന്നത്. അല്ലാതെ ഞാൻ ഭക്ഷണം എന്നുള്ള നിലയിൽ ഒരു ലിസ്റ്റ് ഇടുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ടറേറ്റിൽ നിന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചുകൊണ്ട് വന്ന ലിസ്റ്റിൽ അത് കൈകടത്തിക്കൊണ്ട് പെരിന്തൽമണ്ണയെ മാത്രം മുമ്പിലേക്ക് കൊണ്ടുവന്നത് ശരിയല്ല. പഴയ കാലത്ത് 1 ലക്ഷം ഉറുപ്പിക ഇതുള്ള മുനിസിപ്പാലിറ്റിയെ ആയിരുന്നു 1 കോടി ഉറുപ്പിക അല്ല സോറി അതന്നെ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന 1 കോടി ഉറുപ്പിയായിരുന്നു. അത് നമ്മളിപ്പം ഉയർത്തി 4 കോടി ഉറുപ്പിയാക്കിയത്. 70 ലക്ഷമായിരുന്നു ആ കാലത്ത് വി ഗ്രേഡിൻ്റെ. അപ്പോൾ അത് ഉയർത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതുതായിട്ട് വന്ന നഗരസഭകൾ എന്തുകൊണ്ട് ഇതായില്ല? ആ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ പാലോളി മന്ത്രിയായിരുന്ന സമയത്താണ് പൊന്നാനിയ പഴയ കാലത്ത് തന്നെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഗ്രേഡ് ഉയർത്തിയില്ല. കഴിഞ്ഞ 91 മറ്റാണ് ഈ കഴിഞ്ഞ നമ്മുടെ ഗ്രേഡ് ഉയർത്തിയത്. ഇതുവരെയും ഗ്രേഡ് ഉയർത്തിയിട്ടില്ല. എല്ലാ മുനിസിപ്പാലിറ്റികളും സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് വളരെ വലിയതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു മാനദണ്ഡം ഫിക്സ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങളത് തീരുമാനിച്ചത്. അല്ലാതെ പെരിന്തൽമണ്ണയോട് ഒരു പ്രത്യേകമായിട്ടൊരു മമത കാണിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. കാണിക്കാൻ എനിക്ക് പറ്റില്ല. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയോട് മാത്രം
ഒരു വിവേചനം കാണിക്കുന്നത് ശരിയല്ല. അതിലിപ്പം നമുക്ക് 60 മുനിസിപ്പാലിറ്റികൾ 5 കോർപ്പറേഷനുകളുണ്ട്. ഇപ്പം ഈ കുറച്ചുകൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി ആക്കുന്നുണ്ട്. നാട് നമ്മുടെ ജനങ്ങൾ ധാരാളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ 48% വരുന്ന ജനങ്ങൾ ഇന്ന് നമ്മുടെ നഗരസഭകളിൽ, അതായത് നഗരങ്ങളിലാണ് താമസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നഗരസഭകളാക്കാൻ വലിയ റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ള നഗരസഭകൾ, ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് നഗരസഭകൾ ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അത് ഒരാളോട് എനിക്ക് പ്രത്യേകമായിട്ടൊരു ഇത് കാണിക്കാൻ കഴിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് എഴുതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. കരിങ്കല്ലത്താണി, പൂവത്താണി പ്രദേശങ്ങളിൽ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കർമ്മസമിതി രൂപീകരിച്ചു. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഭീമഹർജി തയ്യാറാക്കി ആഭ്യന്തരമന്ത്രിക്ക് നൽകാനും യോഗത്തിൽ തീരുമാനമെടുത്തു. താഴെക്കോട്, കരിങ്കല്ലത്താണി, പൂവത്താണി പ്രദേശങ്ങളിൽ അക്രമ പ്രവർത്തനങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. പ്രദേശവാസികളായ ഏതാനും യുവാക്കളുടെ നേതൃത്വത്തിലാണ് പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും സംഘടിപ്പിക്കുന്നതെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ കുറ്റപ്പെടുത്തി. മുതുക്കുംപുറം, തൊടുക്കാപ്പ്, പൂവത്താണി, വട്ടപ്പറമ്പ്, മുതിരമണ്ണ, നാട്ടുകൽ എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. സ്കൂൾ വിദ്യാർത്ഥിനികളെ ശല്യപ്പെടുത്തൽ, ലഹരി വസ്തുക്കളുടെ ഉപഭോഗം, പ്രദേശവാസികൾക്ക് നേരെ കായികമായി ആക്രമിക്കൽ തുടങ്ങി നിരവധി പരാതികൾ സംഘത്തിന് നേരെ യോഗത്തിൽ ഉയർന്നു. അക്രമി സംഘത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റവരും യോഗത്തിനെത്തിയിരുന്നു. വണ്ടിക്ക് എണ്ണടിച്ചാൻ വേണ്ടി വന്നു പമ്പിലേക്ക് വന്നത്. അതിൽ ഒരു വേറെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു ചവിട്ടി തള്ളിയിട്ട്, നാവിക ചവിട്ടി തള്ളിയിട്ട് ഒരു മനുഷ്യൻ പോലും ഒരു ഇരിക്കാതെ പറയുന്ന ഇപ്പം വണ്ടിയുടെ ചോട്ടിൽ ഊണടക്കുക. ആ ഇതിലാണ് ഒരു ചവിട്ടത്. ഇപ്പം ഒരാഴ്ചയുടെ മുകളിൽ ആസ്പത്രി കടന്നു. ഇപ്പോൾ 5-6 മാസമായി വരെ ഒരു സ്വീപ്പായിട്ട് ഞങ്ങളുടെ ജീവിതം അതുകൊണ്ട് അതിന് നോക്കില്ലാതെ ഇപ്പോഴാണ് നീറ്റ് പുറത്തിറങ്ങാൻ തുടങ്ങിയത്. പമ്പിലേക്ക് എണ്ണടിക്കാൻ വന്നായിരുന്നു ഞാൻ. അപ്പോൾ 2-3 ആൾക്കാർ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പോക്കറ്റിൽ നിന്ന് പൈസ പമ്പിൽ എണ്ണടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൊടുക്കുന്നത് കണ്ടപ്പോൾ ആ പൈസ പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നോട്. അപ്പോൾ ബോയ്സ് പറയുന്ന ടീം 3 ആൾ വന്നിട്ട് എന്നെ പിടിച്ച് വലിച്ചിറക്കി തല്ലി താഴെട്ട് ഒരു 1.5 മണിക്കൂറോളം ഞാൻ പമ്പ് കിടന്നു. മറ്റേ അടിവയറിനും നഖമൊക്കെ പറിച്ച് ചവിട്ടി, ഷൂ കൊണ്ട് ചവിട്ടിയിട്ട് നഖമൊക്കെ പറിച്ചെടുത്ത് 4-5 ദിവസത്തോളം മൗലാന ഹോസ്പിറ്റലിൽ കടന്ന് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ മൊത്തടിക്കണം മാരിക്കുള്ളൊരു കേസിന് വേണ്ടിയിട്ട് എന്താ ഇപ്പോൾ അത് കേസ് എടുക്കണമെന്ന് വെച്ചിട്ടാണ് അന്നത്തെ SI അവിടെയുള്ള പോലീസുമാർ എന്നോട് സംസാരിച്ചത്. അങ്ങനെയാണ് എന്നോട് സംസാരിച്ചത്. അതേസമയം പ്രദേശത്തെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിച്ച് പ്രദേശവാസികളുടെ സ്വൈരജീവിതം ഉറപ്പുവരുത്തുക എന്നതാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഉദ്ദേശം ഇവിടെ ആരെങ്കിലും ആക്രമിക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അല്ല. ഇവിടെ നാട്ടിലെ ആളുകൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക, അതിന് വിഘാതമായിട്ട് നിൽക്കുന്ന ആളുകളെ നിയമപരമായിട്ട് നേരിടുക എന്നുള്ളതാണ് ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഉദ്ദേശം. തീർച്ചയായിട്ടും ആ രൂപത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അക്രമ സംഭവങ്ങൾ ആവർത്തിച്ചാൽ നിയമപരമായി നേരിടാനും യോഗത്തിൽ ധാരണയായി. നിരന്തരം ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഭീമഹർജി തയ്യാറാക്കി ആഭ്യന്തരമന്ത്രിക്ക് നൽകാൻ തയ്യാറെടുക്കുകയാണ് പ്രദേശവാസികൾ. പെരിന്തൽമണ്ണ ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു. മന്ത്രി മഞ്ഞളാംകുഴി അലിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പെരിന്തൽമണ്ണ ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഈ പെരിന്തൽമണ്ണ ടൗണുമായി കേന്ദ്രീകരിച്ച് ഏകദേശം 10ഓളം വാട്ടർ ഫിൽറ്ററുകൾ ഇതിനകം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇന്ന് 3ാമത്തെ വാട്ടർ ഫിൽറ്ററിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ ഗേൾസ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ച് ആലിപ്പറമ്പ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം കഴിഞ്ഞാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ ടൗണുമായി ബന്ധപ്പെട്ട് KSRTC, അതേപോലെ സിവിൽ സ്റ്റേഷൻ, പെരിന്തൽമണ്ണ ബോയ്സ് ഹൈസ്കൂൾ, പിന്നെ അങ്ങാടിപ്പുറം തിരുമാവുന്ന ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള വാട്ടർ ഫിൽറ്ററുകൾ ഫിറ്റ് ചെയ്തുകൊണ്ട് ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച പിന്നെ പൂക്കോടൻ മുസ്തഫ സാഹിബ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി മഞ്ഞളാംകുഴി അലി സാഹിബാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. പെരിന്തൽമണ്ണ PTM ഗവൺമെൻറ് കോളേജ്, ആലിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, പെരിന്തൽമണ്ണ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചതിൻ്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. പെരിന്തൽമണ്ണ KSRTC, സിവിൽ സ്റ്റേഷൻ, അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രം,
പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വാട്ടർ പ്യൂരിഫയർ, കൂളർ എന്നിവ സ്ഥാപിച്ചിരിക്കുന്നത്. പൂക്കാടൻ മുസ്തഫ, പച്ചേരി ഫാറൂഖ്, കുറ്റിരി മാനുപ്പ, കൊളക്കാടൻ അസീസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 18 വർഷമായി മുടങ്ങാതെ റംസാൻ മാസത്തിലെ നോമ്പനുഷ്ഠിക്കുന്നതിന്റെ നിർവൃതിയിലാണ് പെരിന്തൽമണ്ണ എരവിമംഗലം സ്വദേശിനി ശോഭ ടീച്ചർ. മുസ്ലിം സമുദായത്തിന്റെ നോമ്പനുഷ്ഠാനത്തിലെ പ്രത്യേകതകൾ മനസ്സിലാക്കുകയും അതിൽ ആകൃഷ്ടയായി എന്തുകൊണ്ട് തനിക്കും ഇത്തരത്തിൽ നോമ്പ് നോറ്റുകൂടാ എന്ന് ചിന്തിക്കുകയും ചെയ്തു ശോഭ ടീച്ചർ. ഈ ചിന്ത കൊണ്ടാണ് ശോഭ ടീച്ചർ നോമ്പ് നോറ്റു തുടങ്ങിയത്. കഴിഞ്ഞ 18 വർഷമായി റംസാൻ മാസത്തിലെ വ്രതം മുടങ്ങാതെ അനുഷ്ഠിച്ച് നിർവൃതി നേടുകയാണ് ശോഭ ടീച്ചർ. 14 മണിക്കൂറുകളോളം ജലപാനമില്ലാതെ 18 വർഷം മുമ്പ് ആദ്യ നോമ്പ് നോറ്റപ്പോൾ കിട്ടിയ സന്തോഷം വളരെ വലുതാണെന്നും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ വരും വർഷങ്ങളിലും നോമ്പനുഷ്ഠിക്കുമെന്നും ശോഭ ടീച്ചർ പറയുന്നു. ഞാൻ 18 വർഷം നോമ്പെടുത്തു കഴിഞ്ഞു. ഇത് 19ാമത്തെ വർഷമാണ് നോമ്പ് നോക്കുന്നത്. നമ്മുടെ ചുറ്റും ഉള്ള മുസ്ലിം സഹോദരങ്ങളൊക്കെ നോമ്പെടുക്കുന്നത് പോലെ നമുക്ക് നോമ്പെടുത്താൽ എന്താ എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഞാൻ നോമ്പ് ആരംഭിച്ചത്. ആദ്യമായിട്ട് നോമ്പെടുത്ത് 10-13 മണിക്കൂർ സമയം ജലപാനം ഇല്ലാതെ ഇരുന്ന് അത് മുഴുവനാക്കാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം തോന്നി. ഇത്രയും കാലം നോമ്പെടുത്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ശരീരത്തിനും മനസ്സിനും വളരെയേറെ ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു വ്രതാനുഷ്ഠാനം തന്നെയാണ് ഈ റംദാൻ കാലത്തെ നോമ്പ് എന്നാണ്. വരും വർഷങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈശ്വരാധീനം കൊണ്ട് അതിന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തലശ്ശേരി പാനൂർ LIC ബ്രാഞ്ച് മാനേജറായ ഭർത്താവ് യദുകുമാറും ഏകമകൻ MBBS വിദ്യാർത്ഥിയായ യദിനും മറ്റു ബന്ധുക്കളും ശോഭ ടീച്ചർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു. കൂടാതെ പെരിന്തൽമണ്ണ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സഹപ്രവർത്തകരും തന്നെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ശോഭ ടീച്ചർ ആഹ്ലാദം പങ്കുവച്ചു. എൻ്റെ ഭർത്താവും എൻ്റെ മോനും അവർ നോമ്പ് അനുഷ്ഠിക്കാറില്ലെങ്കിലും എൻ്റെ നോമ്പിന് പൂർണ്ണ പിന്തുണ നൽകുന്നവരാണ്. രാവിലെ 4 മണിക്ക് ഞാൻ എഴുന്നേറ്റിട്ടില്ലേ എന്ന് ഭർത്താവ് വിളിച്ചന്വേഷിക്കാറുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് അന്വേഷിക്കാറുണ്ട്. ഞാൻ നോമ്പ് നോൽക്കുന്നതിൽ എൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നും ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ട് എനിക്ക് ഇന്ന് വരേക്കും ഉണ്ടായിട്ടില്ല. എൻ്റെ സഹപ്രവർത്തകർക്കും ഞാൻ നോമ്പെടുക്കുന്നതിൽ യാതൊരു വിരോധവും ഇല്ല എന്ന് മാത്രമല്ല അവരിൽ നിന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇതുവരേക്കും ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് മറ്റുള്ള ആളുകൾ അറിയുന്നത് വഴി ആർക്കെങ്കിലും അതൊരു പ്രചോദനമാകുമെങ്കിൽ അതാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നത്. നോമ്പ് വ്രതാനുഷ്ഠാനത്തിന് പുറമെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, യോഗ എന്നീ മേഖലകളിലും ടീച്ചർ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. എന്നും കുട്ടികളെ സ്നേഹിക്കുന്ന ഒരധ്യാപികയായിട്ടാണ് ശോഭ ടീച്ചർ അറിയപ്പെടുന്നത്. ഇസ്ലാം മതത്തിലെ നോമ്പനുഷ്ഠാനത്തിന് പുറമെ കോട്ടയം മണർക്കാട് ക്രിസ്ത്യൻ പള്ളിയിലെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പ് കൂടി ടീച്ചർ അനുഷ്ഠിക്കുന്നുണ്ട്. ഈ നോമ്പനുഷ്ഠിക്കൽ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്നും ടീച്ചർ ആശിക്കുന്നു. മിൽമ പാലിന്റെ വില കൂട്ടി. തിങ്കളാഴ്ചയാണ് കൂടിയ വില നിലവിൽ വന്നത്. മഞ്ഞക്കവർ പാലിന് കൂടിയത് 4 രൂപയാണ്. മിൽമ പാലിന്റെ കൂടിയ വില തിങ്കളാഴ്ച നിലവിൽ വന്നു. കൊഴുപ്പ് കുറഞ്ഞ മഞ്ഞക്കവർ പാലിന് ലിറ്ററിന് 4 രൂപ കൂടി. പുതുക്കിയ നിരക്ക് പ്രകാരം ഈ പാലിന് ലിറ്ററിന് 36 രൂപയാണ്. നിലവിലെ ഇതിന്റെ വില 32 രൂപയാണ്. 1/2 ലിറ്റർ പാക്കറ്റിന് 16 രൂപയുമാണ്. കൊഴുപ്പ് കൂടിയതും ഏറ്റവും കൂടുതൽ ചെലവുള്ളതുമായ നീലക്കവർ പാലിന്റെ വില ലിറ്ററിന് 35 നിന്ന് 38 രൂപയായും പാക്കറ്റിന് 19 രൂപയായും ഉയർന്നു. ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ള പച്ചക്കവർ പാലിന് 46 രൂപയാണ് പുതിയ വില. ഗുണനിലവാരത്തിലെ വ്യത്യസ്തതയാണ് നിറങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവയുടെ വിലയിലും വ്യത്യാസം. വില എത്ര കൂടിയാലും ആവശ്യക്കാർ കുറയുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. വില കൂടിയ ദിവസം വിൽപ്പന ഒരൽപ്പം കുറയും, വീണ്ടും പഴയപടിയാകും. നാഷണൽ ഫാർമസി പ്രൈസിംഗ് അതോറിറ്റിയുടെ ഉത്തരവ് പ്രകാരം ജീവൻ രക്ഷാ മരുന്നുകളുടെ വില 0.5% കുറച്ചു. നാഷണൽ ഫാർമസി പ്രൈസിംഗ് അതോറിറ്റി കഴിഞ്ഞ 10-ാം തീയതി ഇറക്കിയ ഉത്തരവ് പ്രകാരം ഹൃദ്രോഗം, പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയ്ക്കടക്കമുള്ള ജീവൻ രക്ഷാ മരുന്നുകൾക്ക് 0.5% വരെ വിലക്കുറവ് ഏർപ്പെടുത്തി. 108 തരം ജനറിക് കോമ്പിനേഷൻ മരുന്നുകളുടെ വില ഇതുമൂലം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 652 മൂലകങ്ങളടങ്ങുന്ന മരുന്നുകളുടെ വില കുറച്ചുകൊണ്ടുള്ള ഔഷധ വില നിയന്ത്രണ നിയമം നടപ്പാക്കിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതിനുശേഷം ചികിത്സാ രംഗത്തും വിപണിയിലും മരുന്നുൽപാദന രംഗത്തും നടത്തിയ വിലയിരുത്തലുകളാണ്
പുതിയ നീക്കത്തിന് വഴിവെച്ചത്. വില നിയന്ത്രണ നിയമപ്രകാരവും അവശ്യ സാധന നിയമപ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചാണ് നടപടിയെന്ന് അതോറിറ്റി വ്യക്തമാക്കി. 30 വയസ്സിൽ താഴെയുള്ളവരിൽ ഹൃദ്രോഗം കൂടി വരുന്നതിനാലാണ് ഈ മരുന്നുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് പറയുന്നു. കൊളസ്ട്രോളിന്റെ മരുന്നായ റോസുവാസ്റ്റാറ്റിൻ 10 mg ഗുളികയ്ക്ക് 11 രൂപ മുതൽ 58 രൂപ എന്ന നിലയിലാണ് പുതുക്കി നിശ്ചയിച്ച വില. ഇപ്പോഴത്തെ ഇതിന്റെ വില 13.5 രൂപയാണ് മറ്റൊരു ബ്രാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. ഹൃദ്രോഗത്തിന്റെ മരുന്നായ ക്ലോപ്പിഡോഗ്രൽ 150-300 mgയുടെ വില 12 രൂപ 99 പൈസയും 36 രൂപ 57 പൈസയും എന്ന ക്രമത്തിലാണ്. പ്രമേഹക്കാർക്കുള്ള ഗ്ലൈക്ലാസൈഡ് 30 mgക്ക് 5 രൂപ 77 പൈസയും 40 mgക്ക് 3 രൂപ 26 പൈസയും 60 mgക്ക് 9 രൂപ 90 പൈസയും 80 mgക്ക് 5 രൂപയാക്കി കുറച്ചിട്ടുണ്ട്. ഇതേ രോഗത്തിനുള്ള ഗ്ലൈംഫ്രൈഡ്, മെറ്റ്മോർഫിൻ എന്നീ മരുന്നുകളുടെ വിലയും കുറച്ചിട്ടുണ്ട്. രക്തസമ്മർദ്ദത്തിനുള്ള ആംലോഡിപ്പിൻ, ശസ്ത്രക്രിയയ്ക്ക് ശേഷം രക്തം കട്ടപിടിക്കാൻ ഉപയോഗിക്കുന്ന ഹെപ്പാരിൻ എന്നിവയുടെ വിലയും 25% കുറച്ചിട്ടുണ്ട്. എന്നാൽ രോഗികൾക്ക് ഏറ്റവും ആവശ്യമുള്ള കോമ്പിനേഷനുകളിൽ ചിലത് ഒഴിവാക്കിയതായും ആക്ഷേപമുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 4-ന് വൈദ്യുത ഭവൻ മാർച്ച് നടത്തും. മാർച്ച് വിജയിപ്പിക്കാൻ പെരിന്തൽമണ്ണ ഡിവിഷൻ കമ്മിറ്റി തീരുമാനിച്ചു. മുടങ്ങിക്കിടക്കുന്ന വൈദ്യുത പദ്ധതികളായ സൈലന്റ് വാലി, ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതികളും ചീമേനി താപനിലയവും പുനരാരംഭിക്കുക, സപ്ലൈകോയിലെ അപാകതകൾ പരിഹരിക്കുക, ഗ്രാമീണ മേഖലയിൽ പരാജയമായ മോഡൽ സെക്ഷൻ പരിഷ്കാരം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 4-ന് വൈദ്യുത ഭവൻ മാർച്ച് നടത്തുന്നത്. ഇതു സംബന്ധിച്ച യോഗത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് ലിബി ജോൺ അധ്യക്ഷത വഹിച്ചു. ഹംസ താമരത്ത്, ഇ കെ അജിത്, കെ ഉണ്ണികൃഷ്ണൻ, സി മുഹമ്മദ് ഷിഹാബ്, വി സുരേഷ് ബാബു, ഷാനവാസ് മേലാറ്റൂർ, ജി ബിജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെയും അപേക്ഷിക്കാം. സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള തീയതി ഓഗസ്റ്റ് 10 വരെ നീട്ടി. ബാങ്ക് അക്കൗണ്ട് ലഭിക്കാത്തവർക്കും ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാം. ബാങ്ക് അക്കൗണ്ട് ഇല്ലെന്ന കാരണത്താൽ അപേക്ഷ നിരസിക്കരുതെന്നും എല്ലാ വിദ്യാലയങ്ങളിലും ഇത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് കാണിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ബാങ്ക് അക്കൗണ്ട് ഇല്ലെന്ന കാരണത്താൽ അപേക്ഷ നിരസിക്കരുതെന്നും എല്ലാ വിദ്യാലയങ്ങളിലും ഇത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് കാണിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. ജൂലൈ 31-ന് മുമ്പ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നവർ ബാങ്ക് അക്കൗണ്ട് എടുക്കണമെന്ന് പല സ്കൂളുകളും നിർബന്ധം അറിയിച്ചിരുന്നു. ഇത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു. ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ നൽകാതെ അപേക്ഷകൾ സ്കോളർഷിപ്പിന്റെ സൈറ്റിൽ ലിങ്ക് ചെയ്യാൻ കഴിയാത്ത പ്രശ്നം പരിഹരിക്കാൻ ITH സ്കൂളിന് നിർദ്ദേശം നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. തിരക്ക് കണക്കിലെടുത്ത് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ 31-ൽ നിന്ന് ഓഗസ്റ്റ് 10 വരെ നീട്ടിയിട്ടുണ്ട്. നൗഷാദ് ബാക്കവിയുടെ റമദാൻ പ്രഭാഷണം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ. സ്വർഗ സരണിയിലേക്ക് നീതിസാരത്തോടെ എന്ന പ്രമേയത്തിൽ കരിങ്കല്ലത്താണി ശിഹാബ് തങ്ങൾ ഖുർആൻ ഹിഫ്ദ് ആൻഡ് റിസർച്ച് സെൻറ്റർ സംഘടിപ്പിക്കുന്ന കേരളത്തിലെ ഇന്ന് പ്രമുഖ പ്രഭാഷകനായിക്കൊണ്ട് എല്ലാവരും ശ്രദ്ധയാകർഷിച്ചുകൊണ്ടിരിക്കുന്ന നൗഷാദ് ബാക്കവി ചിറയും കീഴിൻ്റെ ഈ വർഷത്തെ റമദാൻ പ്രഭാഷണമാണ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. ഇന്നും നാളെയുമായിക്കൊണ്ട് ഏകദേശം 10,000-ൽ പരം ആളുകൾക്ക് വിശാലമായി പ്രഭാഷണം ശ്രവിക്കുന്നതിന് വേണ്ടി ഒരുക്കിയ മനോഹരമായ പന്തൽ സംവിധാനം. കരിങ്കല്ലത്താണി ശിഹാബ് തങ്ങൾ ഖുർആൻ ഹിഫ്ദ് ആൻഡ് റിസർച്ച് സെൻ്ററാണ് നൗഷാദ് ബാഗവിയുടെ റംലാൻ പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. ജൂലൈ 21, 22 തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലാണ് പ്രഭാഷണം നടക്കുന്നത്. സ്വർഗസരണിയിലേക്ക് നീതിസാരത്തോടെ എന്ന പേരിൽ നടക്കുന്ന പ്രഭാഷണ പരിപാടിയുടെ ഉദ്ഘാടനം പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. പാണക്കാട് സെയ്ദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന വേദിയിൽ മന്ത്രി മഞ്ഞളാംകുഴി അലി മുഖ്യ അതിഥിയായിരിക്കും. ഷെയ്ഖുന സി കോയക്കുട്ടി മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെ ചടങ്ങുകൾ ആരംഭിക്കും. പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പ്രഭാഷണം ശ്രവിക്കാൻ 10,000 എത്തും. അമ്മിനിക്കാട് കുഞ്ഞാലിപ്പടിയിലെ ഇഷ്ടമായി ഗ്രൂപ്പ് ഇഫ്താർ സൗഹൃദ സംഗമം നടത്തി. അമ്മിനിക്കാട് കുഞ്ഞാലിപ്പടിയിലെ യുവാക്കളുടെ കൂട്ടായ്മയായ ഇഷ്ടമായി ഗ്രൂപ്പ് ഇഫ്താർ സൗഹൃദ സംഗമം നടത്തി. കലാ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ ഇഷ്ടമായി ഗ്രൂപ്പ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്താറുണ്ട്. പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ എല്ലാ വർഷങ്ങളിലെയും പോലെ
ഇത്തവണയും വിപുലമായ ഇഫ്താർ സംഗമമാണ് സംഘടിപ്പിച്ചത്. സമൂഹത്തിലെ നാനാതുറയിലുള്ളവർ പങ്കെടുത്തു. പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ മാസത്തിലെ നോമ്പുതുറ സംഗമങ്ങൾ ജാതിമത വർഗഭേദമന്യേയുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കുന്നുവെന്ന് ഇഷ്ടമായി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ഇക്ബാൽ PT പറഞ്ഞു. അബ്ബാസ് KT, ഇല്യാസ് ചേരിയിൽ, സുമേഷ് ബാബു, ഉബൈദ് ചീനിക്കുഴി, അയ്യപ്പൻ ആത്താരത്തൊടി, സുബീഷ് VP, നിയാസ് ചീനിക്കുഴി, ഫൈസൽ MC, അൻഫാസ് അലി, ബാലകൃഷ്ണൻ, സന്ദീപ്, മുനീർ KT, സവാദ് തയ്യിൽ, ഫാരിസ്, ജിഹാദ് KT, ചന്ദ്രൻ തൊട്ടിയിലക്കുന്ന്, അസൈനാർ അഴുവളപ്പിൽ എന്നിവർ നേതൃത്വം നൽകി. അമ്മിനിക്കാട് കുഞ്ഞാലിപ്പടിയുടെ ഇഷ്ടമായി ഗ്രൂപ്പിലെ യുവാക്കൾ സംഘടിപ്പിക്കുന്ന എല്ലാ കൊല്ലവും നടത്തി വരാറുള്ള നോമ്പുതുറ പരിപാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണയിൽ യൂത്ത് കോൺഗ്രസ് നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് A ഗ്രേഡ് നഷ്ടമായത് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ട് മന്ത്രി മഞ്ഞളാംകുഴി അലി. അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സാമൂഹിക വിരുദ്ധർക്കെതിരെ കരിങ്കലത്താണിയിൽ കർമ്മസമിതി. 18 വർഷമായി റംസാനിലെ വ്രതമനുഷ്ഠിച്ച് നിർവൃതി നേടുകയാണ് ശോഭ ടീച്ചർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.